ഉത്തരേന്ത്യയിൽ നബിദിനാഘോഷത്തിന് ഉറുദുവിൽ പറയുന്ന പേരാണ് ബാര വഫ. വളരെ സമുചിതമായി ആഘോഷിക്കപ്പെടുന്ന ബാര വഫ യു പിയിലെ കാൺപൂരിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് കാരണമായി. സെപ്റ്റംബർ 4 കാൺപൂരിൽ നടന്ന ബാര വഫ അഥവാ മീലാദ് സെലിബ്രേഷൻ്റെ ഭാഗമായി അവിടെ റാലി നടക്കുന്നു. റാലി പോകുന്ന വഴി നീളെ അവർ ചെറിയ ഒരു ബാനർ പ്രദർശിപ്പിച്ചു. പ്രവാചക സ്നേഹം വെളിപ്പെടുത്തുന്ന ഐ ലവ് മുഹമ്മദ്, ഇതായിരുന്നു ആ ബാനറിലെ വാക്യം അല്ലെങ്കിൽ സെൻറ്റൻസ്. ഇത് അഭൂതപൂർവമായ ചില നടപടികൾക്കും കേസുകൾക്കും ക്യാമ്പയിനുകൾക്കും കാരണമായി. സെപ്റ്റംബർ 5 പോലീസ് 9ഓളം പേർക്കെതിരെ കേസെടുത്തു. ഐ ലവ് മുഹമ്മദ്, ഇതായിരുന്നു ആ ബാനർ. ആ ബാനർ പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി യു പിയിലെ പോലീസ് അവർക്കെതിരെ 24 ആളുകൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇത്തരം ഒരു കേസ്. അവർ മതസൗഹാർദ്ദം തകർത്തു, അതാണ് ഒന്നാമത്തെ കുറ്റം. വളരെ നിരുത്തരവാദപരമായ വർഗീയമായ ഇത്തരം നടപടികൾ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന BJPയുടെയും RSSൻ്റെയും വർഗീയ വിധ്വംസക വിദ്വേഷ ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ്റെ മുമ്പിൽ ആളുകൾ ഭയന്ന് പിന്മാറിയില്ല. യു പിയിലെ വിവിധ ജില്ലകളിൽ, ബറേലിയിൽ, ഉന്നാവോയിൽ, ലക്നോവിൽ, വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്റർ ധൈര്യപൂർവ്വം പ്രദർശിപ്പിച്ചു. സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച ബറേൽവിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു റാലിയും നടത്തുകയുണ്ടായി. തൗക്കീർ റസ എന്ന് പറയുന്ന ഇമാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടാലറിയാവുന്ന 150 ആളുകളുടെ പേരിൽ കേസെടുത്തു. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വർഗീയമായ ചേരിതിരിവോടെ മതസ്പർദ്ധയുണ്ടാക്കുന്ന വിധത്തിൽ പോലീസും ഗവൺമെൻറ്റും പ്രവർത്തിച്ചു. സെപ്റ്റംബർ 28 ഗാസിയാബാദിൽ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടന്നു. അവരും ഈ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുമ്പിൽ നിന്നുകൊണ്ട് യോഗിയുടെ BJPയുടെ വർഗീയ വിധ്വംസക വിദ്വേഷ ഭരണത്തിനെതിരെ ഭയപ്പാടില്ലാതെ അവർ മുമ്പോട്ട് വന്നു. ഇന്ത്യയിലെ സിവിൽ സൊസൈറ്റിയും വലിയ രീതിയിൽ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിൻ ഏറ്റെടുക്കുകയും വളരെ ശക്തമായി വിവിധ മതവിശ്വാസികൾ അവർ മുമ്പോട്ട് വന്നുകൊണ്ട് ഐ ലവ് മുഹമ്മദ്, ഈ ക്യാമ്പയിൻ ഞങ്ങളും പറയുന്നു, നിങ്ങൾ ഞങ്ങൾക്കെതിരെ കേസെടുക്കുമോ എന്ന് പരസ്യമായി ചോദിക്കുകയുണ്ടായി. യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ രാജ് നടക്കുന്ന യു പിയിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഒരു ധൈര്യം കൈവന്നിരിക്കുന്നു. ഇത് കേവലം ഒരു മതപരമായ സ്ലോഗന് വേണ്ടിയുള്ള മുദ്രാവാക്യത്തിന് വേണ്ടിയുള്ള സമരമല്ല. ഇന്ത്യയുടെ മഹത്തായ ആശയമാണ് ഇൻക്ലൂഷൻ. ആ ഇൻക്ലൂഷന് വേണ്ടിയുള്ള ഒരു സമരമാണ്. മറ്റു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.